അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിർളല്ലാഹ് അമ്മാ ബഅദ്. വിശ്വാസത്തിന് ശക്തി പകരാൻ അറിയൽ അനിവാര്യമായ ഉത്തമമായ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ 18-ാമത്തതായി എണ്ണപ്പെട്ട അർ റസാഖ് എന്ന നാമത്തെ സംബന്ധിച്ചാണ് ഈ വോയിസിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ അർത്ഥം ദാതാവ്, ഉപജീവനം നൽകുന്നവൻ എന്നിങ്ങനെയാണ്. ഈ ഇസ്മിനെക്കുറിച്ച് പ്രതിപാദിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ആയത്തിലൂടെ മാത്രമാണ്. അത് ഇന്നല്ലാഹ ഹുവർ റസാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ആകാശഭൂമിയിലുള്ള സകല വസ്തുക്കൾക്കും ഭക്ഷണം നൽകുന്നവൻ അവൻ തന്നെയാണ്. വഴിപ്പെടുന്നവനും വഴിപ്പെടാത്തവനും നിരീശ്വരവാദിക്കും എന്ന് വേണ്ട സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്ക് ഊഴ്ന്നിറങ്ങുന്ന മത്സ്യങ്ങൾക്ക് പോലും അവനാണ് റിസ്ക്കിനെ എത്തിച്ചു കൊടുക്കുന്നത്. വമാമിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മൃഗങ്ങൾ, അവകളുടെ ഭക്ഷണവും അള്ളാഹുവിൻ്റെ അധീനതയിലാണ്. എന്ന് വേണ്ട കളകളാ ശബ്ദം ഉയർത്തി പറന്നുയരുന്ന പക്ഷികൾ പ്രഭാത സമയത്ത് കാലി വയറുമായി ഇറങ്ങിപ്പുറപ്പെടുകയും പ്രദോഷത്ത് വയറ് നിറച്ചുകൊണ്ട് കൂട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. ഈ പ്രക്രിയ 1-2 ദിവസത്തെ മാത്രം അനുഭവമല്ല, ഖിയാമത്ത് നാൾ വരെ തുടരുന്ന അത്ഭുതകരമായ സംഭവങ്ങളാണ്. ഇവിടെയാണ് അർ റസാഖ് എന്ന അള്ളാഹുവിൻ്റെ വിശേഷണത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിസ്ക്കിനെ തേടാനുള്ള പല മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുമ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഹലാലായ മാർഗം സ്വീകരിക്കൽ അനിവാര്യമാണ്. കാരണം നാളത്തെ കോടതിയിൽ മുതലുകൾ എവിടെ നിന്ന് ശേഖരിച്ചുവെന്നും എവിടെ വിനിയോഗിച്ചുവെന്നും ഉള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് നാം ഓരോരുത്തരും. ഉപജീവനമാർഗവും അതിലൂടെ ലഭിക്കുന്ന വരുമാനവും പലർക്കും പലതാണ്. ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ്. അതിൽ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ഞാൻ റിസ്ക്കിനെ വർദ്ധിപ്പിച്ചു തരുന്നതാണ്. ലഇൻ ശകർതും ലഅസീദന്നകും എന്ന ഖുർആൻ വാക്യം ഇതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ രൂപം ഉപജീവന മാർഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണെങ്കിലും അതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അക്ഷമനാകാതെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് സത്യവിശ്വാസി പറയുക. എങ്കിൽ അവൻ്റെ ജീവിതമാർഗങ്ങളിൽ റബ്ബ് എല്ലാവിധ ഐശ്വര്യങ്ങളും ബർക്കത്തും കൊടുക്കുന്നതാണ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ആവശ്യാനുസരണം നമുക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കൽ അനിവാര്യമാണ്. കെട്ടിപ്പൂട്ടി സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല മുതലുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാമി യൗമി യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫ വയഖൂലുൽ ആഖിറു അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. ഏതൊരു ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിലും അടിമകളിലേക്ക് 2 മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഓരോരുത്തരും പറയും, അള്ളാഹുവേ, നിന്റെ മാർഗത്തിൽ ധനം വിനിയോഗിക്കുന്നവർക്ക് നീ മുതലിൽ വർധനവ് നൽകണമേ. മറ്റേ മലക്ക് പറയും, തമ്പുരാനെ, ചിലവഴിക്കാതെ പിടിച്ചു വെക്കുന്നവർക്ക് നീ നശീകരണത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നാം അറിയാത്ത ഭാഗത്തിലൂടെ ഉപജീവന മാർഗം അള്ളാഹു നമുക്ക് കാണിച്ചു തരികയുള്ളൂ. ഹലാലായ മാർഗത്തിലൂടെ സമ്പത്ത് സ്വരൂപിക്കാനും ഹൈറായ മാർഗങ്ങളിൽ വിനിയോഗിക്കാനും റബ്ബുൽ ഇസ്സത്ത് നമുക്കേവർക്കും തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആർക്കെങ്കിലും മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യം നിർവഹിച്ച് കിട്ടണമെങ്കിൽ അവൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് 17 പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലിയാൽ കാര്യങ്ങൾ സഫലമായി കിട്ടുന്നതാണ്. രോഗശമനത്തിനു വേണ്ടി ദിനേന 100 പ്രാവശ്യം ഈ നാമം പതിവാക്കിയാൽ ശിഫ ലഭിക്കുന്നതാണ്.